ഹലോ, അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രൈഡ് ടു ബി കേക്കാണ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെ കേക്ക് ഓൾറെഡി നമ്മൾ ഫൈനൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് ഡിസൈനാണ് കൊടുത്തിട്ടുണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ഷേപ്പ് കളേഴ്സാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിങ്ക്, വൈറ്റ്, പീച്ച് എന്നുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അത് 3ഉം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോക്സ് ബോൾസൊക്കെ ആഡ് ചെയ്തിട്ട് ലീവ്സും ആഡ് ചെയ്തിട്ട് അങ്ങനെ മുകളിൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ട്. ഡിസൈനും കാര്യങ്ങളും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു കേട്ടോ. ഇത് കളറ് വേറെ ആയിരുന്നു. നമുക്ക് കളർ അവരെ ഡ്രസ്സിൻ്റെ അയച്ചു തന്നിട്ട് ആ കളറിൽ സെയിം ആയിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കസ്റ്റമർ വേറെ ആരുമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ആളുടെ ബ്രൈഡ് ടു ബിക്കാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടാകുന്നത്. കേക്കിൻ്റെ സെൻറ്ററിലായിട്ടാണ് ബ്രൈഡ് ടു ബി എന്നുള്ള സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടാകുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ അവർ ഒരു 6 കപ്പ് കേക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ സെയിം കളറിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് തലേ ദിവസത്തേക്ക് വേണ്ട കേക്കായിരുന്നു. പിന്നെ ആൾ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അന്ന് വേണ്ട, പിറ്റേ ദിവസം മതിയെന്ന്. അപ്പോൾ അന്ന് നമ്മൾ മെഹന്തി ഇട്ട് കൊടുക്കുകയാണ് അവൾക്ക് ചെയ്തിട്ടുണ്ടാകുന്നത്. എന്നിട്ട് പിന്നെ ഇത് പിറ്റേ ദിവസത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ചെയ്തെടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.